ായിരിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാം. നമ്മുടെ കൺമുൻപിൽ ദിവ്യകാരുണ്യമായി പ്രശോഭിച്ചു നിൽക്കുന്ന പൊന്നുതമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിക്കാം. അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ സമരിയാക്കാരി സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, ആ ജലം എനിക്ക് നൽകണമേ, ആ ജലം എനിക്ക് നൽകണമേ, ഗീവ് മീ ദാറ്റ് വാട്ടർ. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹവുമായിരുന്നു അമ്മ ത്രേസ്യയ്ക്ക് വളരെ പ്രിയപ്പെട്ട പ്രാർത്ഥനകളിലൊന്നായിരുന്നു, ലോർഡ് ഗീവ് മീ ദാറ്റ് വാട്ടർ. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൾ ജീവജലത്തിൻ്റെ അരുവി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നവളായി മാറി. ഈശോ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് എന്നിൽ നിന്ന് പാനം ചെയ്യട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. സ്ട്രീംസ് ഓഫ് ലിവിംഗ് വാട്ടർ. ദൈവം കേവലം നിങ്ങൾക്ക് ഞാൻ ജലം തരാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നവനല്ല, നിന്നെ ഞാനൊരു നീരുറവയാക്കും, നിന്നെ ഞാനൊരു നദിയാക്കും, നിന്നെ ഞാൻ ജീവജലത്തിൻ്റെ അരുവിയാക്കും എന്ന് പറയുന്നവനാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. നമ്മെ ജീവജലത്തിൻ്റെ അരുവിയാക്കി മാറ്റുന്ന നാമം വിളിക്കാം, ഈശോയേ. നമ്മിൽ ക്രമമില്ലാത്തതിനെ ക്രമപ്പെടുത്തുന്നവന്റെ നാമം വിളിക്കാം, ഈശോയേ. നമ്മിൽ മൃതമായതിനെ ഉണർത്തുകയും ജീവൻ നൽകുകയും ചെയ്യുന്നവന്റെ നാമം വിളിക്കാം, ഈശോയേ. ഈശോയേ, ഈശോയേ. വിളിക്കും മുൻപേ കേൾക്കുന്നവന്റെ നാമം വിളിക്കാം, ഈശോയേ. പ്രാർത്ഥിച്ചു തീരും മുൻപേ ഉത്തരം നൽകുന്നവന്റെ നാമം വിളിക്കാം, ഈശോയേ. പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയക്കുന്നവന്റെ നാമം വിളിക്കാം, ഈശോയേ. നമ്മെ അഗ്നിജ്വാലയാക്കി മാറ്റുന്നവന്റെ നാമം വിളിക്കാം, ഈശോയേ. നമ്മെ തന്റെ സ്നേഹാഗ്നി ജ്വാലയിൽ കത്തിച്ച് വിശുദ്ധരാക്കി മാറ്റുന്നവന്റെ നാമം വിളിക്കാം, ഈശോയേ. ജീവജലത്തിന്റെ അരുവികളായി നമ്മിൽ ഒഴുകുന്നവന്റെ നാമം വിളിക്കാം, ഈശോയേ. ഈശോയേ, ഈശോയേ. സ്വതന്ത്രമായ മനസ്സോടെ വിളിക്കട്ടെ, ഈശോയേ, ഈശോയേ. സ്നേഹാഗ്നി ജ്വാലയാം പരിശുദ്ധാത്മാവേ, ജീവജലത്തിന്റെ അരുവികളായി എന്നിൽ ഒഴുകണമേ. ഈശോയെ, ഈ പ്രഭാതം അനുഗ്രഹത്തിന്റെ പ്രഭാതമായിട്ട് മാറട്ടെ, വിശുദ്ധിയുടെ പ്രഭാതമായി മാറട്ടെ. ഈശോയെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ, അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കാണാനും കേൾക്കാനും കൃപ ലഭിക്കട്ടെ. ഈശോയെ, ഈശോയെ. കാലിന്റെ ഞരമ്പിന്റെ വലത് കാലിന്റെ ഞരമ്പിന്റെ വേദനയുള്ള ഒരാളെ കർത്താവ് ഈ സമയം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈശോയെ, ഈശോയെ. കർത്താവിന്റെ സൗഖ്യം അനേകായിരം മക്കളിലേക്ക് തൊണ്ട വരണ്ടുണങ്ങി പോകുന്ന രണ്ടുപേരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈശോയെ, അന്ധകാര ശക്തികൾ ഇടത്തെ കാലിന്റെ മുട്ടിന് താഴെയുള്ള ഭാഗത്തുള്ള
മസിലുകളുടെ വലിഞ്ഞു മുറുകുന്ന അവസ്ഥ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈശോയെ, യേശുനാമത്തിൽ ശരീരത്തിന് സൗഖ്യം ഉണ്ടാകട്ടെ. തലയിലുള്ള ചൊറിച്ചിൽ യേശുനാമത്തിൽ വിട്ടുപോകുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചൊറിച്ചിൽ യേശുനാമത്തിൽ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഈശോയെ, നട്ടെല്ലിന്റെ വേദനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നട്ടെല്ലിനെ കട്ടുകിഴക്കുന്നത് പോലെയുള്ള വേദനയുള്ള 5 പേരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈശോ, ഓൺലൈനിൽ ശുശ്രൂഷകൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയെ, കരങ്ങളടിച്ച് അവിടുത്തെ നാമം വിളിക്കട്ടെ. ശക്തമായി കരങ്ങളടിക്കുകയും യേശുനാമം വിളിക്കുകയും ചെയ്യട്ടെ. പുതിയൊരു അഭിഷേകം, പുതിയൊരു ചൈതന്യം, പുതിയൊരു കൃപ, പുതിയൊരാത്മാഭിഷേകത്തിന്റെ നിറവ് കർത്താവിന്റെ മക്കളിലേക്ക് ഈ പ്രഭാതത്തിൽ ഒഴുകിയിറങ്ങട്ടെ. ഈശോയെ, കാലുകളൊക്കെ താളത്തിൽ മാറ്റി ചവിട്ടി. നിരന്തരമായ തലവേദനയുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ട് കരങ്ങളടിച്ച് യേശുനാമം വിളിക്കട്ടെ. സ്നേഹാഗ്നിജ്വാലയ പരിശുദ്ധാത്മാവേ, സ്നേഹാഗ്നിജ്വാലയ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവികളാ എന്നിൽ ഒഴുകണമേ, ജീവജലത്തിനരുവികളാ എന്നിൽ ഒഴുകണമേ. സ്നേഹാഗ്നിജ്വാലയ പരിശുദ്ധാത്മാവേ, സ്നേഹാഗ്നിജ്വാലയ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവികളാ എന്നിൽ ഒഴുകണമേ, ജീവജലത്തിനരുവികളാ എന്നിൽ ഒഴുകണമേ. ക്രിസ്തുവായി വളർത്തണമേ എന്നെ, സ്നേഹമായി മാറ്റണമേ, ക്രിസ്തുവായി വളർത്തണമേ എന്നെ, സ്നേഹമായി മാറ്റണമേ, ക്രിസ്തുവായി വളർത്തണമേ എന്നെ, സ്നേഹമായി മാറ്റണമേ, ക്രിസ്തുവായി വളർത്തണമേ എന്നെ, സ്നേഹമായി മാറ്റണമേ. സ്നേഹാഗ്നിജ്വാലയ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവികളാ എന്നിൽ ഒഴുകണമേ, സ്നേഹാഗ്നിജ്വാലയ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവികളാ എന്നിൽ ഒഴുകണമേ. വിളിക്കാം ഈശോയെ, ഈശോയെ, ഈശോയേ, എന്റെ രൂപമില്ലാത്ത അവസ്ഥയ്ക്ക് രൂപം നൽകിയ ഈശോയെ, ഈശോയേ, ആദിയിൽ ജലരാശിയിൽ പറന്നിറങ്ങിയ ആത്മാവേ, ക്രമമില്ലാത്തതിനെ ക്രമപ്പെടുത്തുന്ന ആത്മാവേ, ജീവചൈതന്യമേ, ഈശോയെ, അടുത്ത 100 പേർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തോടെ വിളിക്കട്ടെ. ഈശോയെ, ഈശോയേ, ഈശോയേ, കരമടിച്ച് ആദിയിൽ ജലരാശിയിൽ ആദിയിൽ ജലരാശിയിൽ ആദിയിൽ ജലരാശിയിൽ അടയിരുന്ന പരിശുദ്ധാത്മാവേ, ക്രമമില്ലാത്തത് ക്രമമാക്കാൻ അകതാരിൽ വന്നിരിക്കണമേ,
ജലരാശിയിൽ അടയിരുന്ന പരിശുദ്ധാത്മാവേ, ക്രമമില്ലാത്തതു ക്രമമാക്കാൻ അകതാരിൽ വന്നിരിക്കണമേ. ആദിയിൽ ജലരാശിയിൽ അടയിരുന്ന പരിശുദ്ധാത്മാവേ, ക്രമമില്ലാത്തത് ക്രമമാക്കാൻ അകതാരിൽ വന്നിരിക്കണമേ. സ്നേഹാഗ്നി ജ്വാലയാ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവികളായി എന്നിൽ ഒഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയാ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവികളായി എന്നിൽ ഒഴുകണമേ. ക്രിസ്തുവായി വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ. ക്രിസ്തുവായി വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ. വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ. വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ. ക്രിസ്തുവായി വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ. ക്രിസ്തുവായി വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ. വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ. വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ. ഞങ്ങളുടെ മൃതമായ അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഈശോയെ, ജീവൻ നൽകുന്ന ഈശോയെ, ആത്മാവും ജീവനുമായ വചനമുള്ളവനായ ഈശോയെ, ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ഈശോയെ, വചനമയച്ച് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ഈശോയെ, വചനമയച്ച് ഞങ്ങളെ വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്ന ഈശോയെ, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞങ്ങൾ അങ്ങയുടെ തണലിൽ അഭയം പ്രാപിക്കുന്നു. ഞങ്ങളുടെ അഭയശിലയായ ഈശോയെ, രക്ഷാകേന്ദ്രമേ, ഉറപ്പുള്ള കോട്ടയെ, ഈശോയെ, ഇരുവശങ്ങളിലെയും കരമടിച്ച് താഴ്വരയിൽ ജീവശ്വാസമായി വീശിയ ആത്മാവേ, മൃതമായതിനെയുണർത്തിടുവാൻ സ്വർഗശ്വാസമായി വീശണമേ. അസ്ഥികൾ തൻ താഴ്വരയിൽ ജീവശ്വാസമായി വീശിയ ആത്മാവേ, മൃതമായതിനെയുണർത്തിടുവാൻ സ്വർഗശ്വാസമായി വീശണമേ. അസ്ഥികൾ തൻ താഴ്വരയിൽ ജീവശ്വാസമായി വീശിയ ആത്മാവേ, മൃതമായതിനെയുണർത്തിടുവാൻ സ്വർഗശ്വാസമായി വീശണമേ. അസ്ഥികൾ തൻ താഴ്വരയിൽ ജീവശ്വാസമായി വീശിയ ആത്മാവേ, മൃതമായതിനെയുണർത്തിടുവാൻ സ്വർഗശ്വാസമായി വീശണമേ. ജ്വാലയാ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവികളായി എന്നിൽ ഒഴുകണമേ. സ്നേഹാഗ്നി
ജീവജലത്തിനരുവികളാ എന്നിൽ ഒഴുകണമേ. ക്രിസ്തുവായി വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ. ക്രിസ്തുവായി വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ. വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ. വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ. സ്നേഹാഗ്നിജ്വാലയ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവികളാ എന്നിൽ ഒഴുകണമേ. സ്നേഹാഗ്നിജ്വാലയ പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവികളാ എന്നിൽ ഒഴുകണമേ. ഈശോയേ, ഈശോയേ, യേശുനാമത്തിൽ എല്ലാ ആകുലതകളും വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ എല്ലാ ഭയങ്ങളും വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും മോചനമുണ്ടാകട്ടെ. യേശുനാമത്തിൽ കോവിഡ് ബാധിതർ സുഖം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ കോവിഡ് മഹാമാരിയിൽ നിന്ന് ലോക ജനത രക്ഷ പ്രാപിക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. യേശുനാമത്തിൽ രോഗങ്ങളിൽ നിന്ന് വിടുതൽ നേടട്ടെ. യേശുനാമത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് വിടുതൽ നേടട്ടെ. യേശുനാമത്തിൽ സന്താന സൗഭാഗ്യമുണ്ടാകട്ടെ. യേശുനാമത്തിൽ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ സുഖം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ കൈക്കുഞ്ഞുങ്ങളും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളും സുഖം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ അപസ്മാരമുള്ള കുഞ്ഞുങ്ങളും മുതിർന്നവരും സുഖം പ്രാപിക്കട്ടെ. വെന്റിലേറ്ററിൽ കഴിയുന്നവർ സുഖം പ്രാപിക്കട്ടെ. ഐസിയിൽ കഴിയുന്നവർ സുഖം പ്രാപിക്കട്ടെ. ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർ സുഖം പ്രാപിക്കട്ടെ. ഈ ആലയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൃപയൊഴുകട്ടെ. ഈ പുണ്യഭൂമിയിൽ കാലുകുത്തുമ്പോൾ തന്നെ കൃപ ലഭിക്കട്ടെ. പ്രാർത്ഥനയുടെ ചൈതന്യം 10,000 മടങ്ങായി വർദ്ധിക്കട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. പ്രത്യാശ വർദ്ധിക്കട്ടെ. സ്നേഹം വർദ്ധിക്കട്ടെ. പാപത്തെ വെറുത്തുപേക്ഷിക്കട്ടെ. നന്മയെ മുറുകെ പിടിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈശോയേ, ജോലിയുടെ തടസ്സങ്ങൾ മാറട്ടെ. വിവാഹ തടസ്സം മാറട്ടെ. ഭവന നിർമ്മാണം പൂർത്തിയാകട്ടെ. വസ്തു ഇടപാടുകൾ നടക്കട്ടെ. പരീക്ഷകളിൽ വിജയമുണ്ടാകട്ടെ. ഈശോയേ, വിദേശയാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറട്ടെ. കുടുംബങ്ങൾ അകന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനമുണ്ടാകട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള കലഹങ്ങൾ വിട്ടുമാറട്ടെ. കുടുംബങ്ങളിൽ ഐക്യമുണ്ടാകട്ടെ. മാതാപിതാക്കളും സഹോദരങ്ങളും മക്കളും തമ്മിൽ ഐക്യമുണ്ടാകട്ടെ. അയൽപക്ക ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ജലം ലഭിക്കട്ടെ. വഴി ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയിൽ നിന്ന് മോചനമുണ്ടാകട്ടെ. ഈശോയേ, ഡിപ്രഷൻ വിട്ടുമാറട്ടെ. നിരാശ വിട്ടുമാറട്ടെ. കുറ്റ
കുറ്റബോധം വിട്ടുപോകട്ടെ. ഹൃദയത്തിലുള്ള വെറുപ്പും വിദ്വേഷവും വിട്ടുമാറട്ടെ. അലസത വിട്ടുപോകട്ടെ. മൊബൈൽ ഫോണിന്റെയും ടിവിയുടെയും അമിത ഉപയോഗവും അഡിക്ഷനും വിട്ടുമാറട്ടെ. ദുശീലങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകട്ടെ. തെറ്റായ ബന്ധങ്ങൾ വിട്ടുപോകട്ടെ. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകട്ടെ. മദ്യാസക്തിയിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. പുകവലിയുടെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. മക്കളെ കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകളിൽ നിന്ന് മോചനം ലഭിക്കട്ടെ. ഈശോയെ, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമർപ്പിച്ച് വിളിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. കഷ്ടതകളിലൂടെ, ദുഃഖത്തിലൂടെ, കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയെ, വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വിവാഹമോചനത്തിന്റെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. അനാഥരായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. വയോധികരെ സമർപ്പിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഏകാന്തതയിലും തടവറകളിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. ഫാദർ സ്റ്റാൻ സ്വാമിയെ സമർപ്പിച്ച് വിളിക്കുന്നു. ഭാരതത്തെ സമർപ്പിക്കുന്നു. കേരളത്തെ സമർപ്പിക്കുന്നു. കണ്ണൂർ ജില്ലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരിട്ടി മേഖലയെ സമർപ്പിക്കുന്നു. ആറളം പഞ്ചായത്തിനെ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ നാടിനെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരുണയൊഴുകട്ടെ. ഈശോയെ, വിദ്യാർത്ഥികളെ സമർപ്പിക്കുന്നു. യുവതീവാക്കളെ സമർപ്പിക്കുന്നു. വിദ്യാലയങ്ങളെയും കോളേജുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, കർഷകരെ സമർപ്പിക്കുന്നു. കൃഷിയിടങ്ങളെ സമർപ്പിക്കുന്നു. വ്യാപാരികളെ സമർപ്പിക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളെ സമർപ്പിക്കുന്നു. സർക്കാർ ഓഫീസുകളെ സമർപ്പിക്കുന്നു. സർക്കാർ ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. നിയമപാലകരെയും ആരോഗ്യ പ്രവർത്തകരെയും സമർപ്പിക്കുന്നു. ഭരണാധികാരികളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈശോയെ. ശാന്തമായി കണ്ണുകളടച്ച് പ്രഭാതത്തിൽ കർത്താവ് നമ്മുടെ മേൽ വലിയ കരുണ ചൊരിയുന്നു. നാനാജാതി മതസ്ഥരായിട്ടുള്ള കർത്താവിൻ്റെ അനേക ലക്ഷം മക്കൾ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയിട്ടുള്ള ഒരു തിരുനടയിലാണ് നമ്മൾ ഇന്ന്. ഒക്ടോബർ 15-ാം തീയതി അവിലായിലെ വിശുദ്ധ മത്രേസ്യയുടെ മഹാതിരുനാളിൻ്റെ ഈ ദിവസം ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നത്. കർത്താവ് അനേകരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ, നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ഭാരങ്ങൾ വഹിക്കുകയും ചെയ്തു. അവൻ്റെ മുറിവുകളാൽ ഇതാ നമ്മൾ സുഖം പ്രാപിക്കുന്നു, രക്ഷ പ്രാപിക്കുന്നു. അനേക നാളുകളായി ഇടതേ കണ്ണിന് മുകളിൽ ഉള്ള ശക്തമായ വേദന, നെറ്റിത്തടത്തിലുള്ള വേദന ഈശോ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈശോ ഇതാ മുന്നോട്ടുള്ള വഴികൾ തുറന്നു തരുന്നു. ചില ആളുകളെ കാണുമ്പോഴുള്ള അസ്വസ്ഥതകൾ ഈശോനാമത്തിൽ വിട്ടുപോകുന്നു. ചില ആളുകളോടുള്ള വെറുപ്പ്, കാണണ്ട എന്നുള്ള ചിന്തകൾ വിട്ടുമാറുന്നു. ഇടതേ കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പെടലിയുടെ അസ്വസ്ഥതകൾ യേശുനാമത്തിൽ വിട്ടുപോകുന്നു. നട്ടെല്ലിൻ്റെ ഡിസ്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, നെഞ്ചിലുള്ള ഉള്ളിൽ നിന്ന് കുത്തുന്നത് പോലെയുള്ള വേദനകൾ, തൊണ്ട
ക്രാക്ക് വന്നിരിക്കുന്നത് പോലെ സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയുള്ള തടസ്സങ്ങൾ, വേദനകൾ യേശുനാമത്തിൽ വിട്ടുപോകുന്നു. വയറ് ഗ്യാസ് വന്ന് ഗ്യാസ്ട്രിക്കായി കമ്പിക്കുന്ന അസ്വസ്ഥതകൾ വിട്ടുമാറുന്നു. ചെവിയുടെ ചൊറിച്ചിൽ, പൊട്ടിയൊഴുകുന്ന അസ്വസ്ഥതകൾ. ദൈവസാന്നിധ്യം ഉള്ളിൽ നിറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ സുഖം പ്രാപിക്കും. കണ്ണിൻ്റെ ചൊറിച്ചിൽ ഈശോ എടുത്തു മാറ്റുന്നു. കർത്താവിൻ്റെ കൃപ അനേകരിലേക്ക് ഒഴുകി ഇറങ്ങുന്നു. അധികം നാളുകളായി പീരിയഡ്സ് നടന്നിട്ടില്ലാത്ത ഒരു സഹോദരിക്ക് കർത്താവ് അതിൻ്റെ കൃപ നൽകുന്നു. കർത്താവിൻ്റെ അഭിഷേകം ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവരിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരിലേക്കും ഒഴുകിയിറങ്ങുന്നു. ഈ ആലയത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞ ഒരു വർഷം പ്രത്യേകമായി കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതി മുതൽ തിരുനാളിൻ്റെ ദിവസം മുതൽ ഇന്ന് ഈ തിരുനാളിൻ്റെ ദിവസം വരെ സ്വർഗം നമ്മുടെ മേൽ അവിലായിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ വർഷിച്ചിട്ടുള്ള അനേകം നന്മകൾക്ക്, കൃപകൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശാന്തമായി നമുക്കിരിക്കാം. നമുക്ക് ഒരു സാക്ഷ്യം കേൾക്കാം.